വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചെറിയൊരു കുക്കിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. വേറെ ഒന്നല്ല, കുറച്ച് ബീഫ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് റെഡിയാക്കണം. അപ്പൊ ബീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തിനീ ഡ്രസ്സ് എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഞാനിപ്പോ കുളിക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ. കാരണം ബീഫ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പൊ അതെന്താന്ന് വെച്ചാല് നമുക്ക് സ്കൂൾ അടക്കിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒറ്റപ്പാലം പോകും. അപ്പൊ ഒറ്റപ്പാലം പോകുന്നത് കൊണ്ട് ഇവിടെ ഉള്ള ഇരിക്കുന്ന സാധനങ്ങളൊക്കെ തീർത്തിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് കുറച്ച് സാധനങ്ങളെ പിന്നെ ഇപ്പൊ ആവശ്യമുള്ളതേ മേടിക്കുന്നുള്ളൂ. അപ്പൊ ഉള്ളതൊക്കെ തീർത്തോണ്ടിരിക്കുകയാണ് സത്യത്തില്. അപ്പൊ അതുകൊണ്ട് തന്നെ സവോളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 1-2 ഉള്ളൂ. കഴിക്കില്ല കേട്ടോ. ബീഫ് ഞാൻ കഴിക്കാത്തതല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ബീഫാണ്. പക്ഷെ എനിക്ക് ചെറിയൊരു കൊളസ്ട്രോളിന്റെ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്കിപ്പോ ബീഫും ചിക്കനും ഒക്കെ ഇങ്ങനെ കഴിക്കാനൊരു പേടിയുണ്ട് കേട്ടോ. അപ്പോൾ പരമാവധി കൊഴുപ്പുള്ളത് അങ്ങനെയുള്ളതൊന്നും ഞാൻ ഇപ്പൊ കഴിക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പൊ ഇനി ഞാൻ കുളിക്കട്ടെ. കുളിച്ചിട്ട് കടയിൽ പോണം. അപ്പൊ കുളി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് റെഡി ആയിട്ട് കടയിൽ പോവാട്ടോ. പൊന്നൂസിനെ കൂട്ടിയിട്ട് പൊന്നൂസിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ റെഡി ആയിട്ട് വരാം. ജ്യൂസാക്കി ഇതിലാക്കിട്ട് ഫ്രീസറിൽ വെച്ചോക്ക്. നമുക്ക് സവോളയും ചെറിയ ഉള്ളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്യണം പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട്. കാരണം സമയം ഒരുപാടായിട്ടുണ്ട്. 10-11 മണിയൊക്കെ ആയിട്ടോ. എല്ലാ സാധനങ്ങളും ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാട്ടോ. ഇനി അതിനനുസരിച്ചിട്ട് കഴിക്കണം. ഐസ്ക്രീം വീണടാ. ഈ എന്ത് വെപ്പാണ് വെച്ചത്? പോയിട്ടൊന്നുമില്ല. സോറി ഡിയർ. സോറിയടാ. എക്കോട്രീന്നാണ് കേട്ടോ ബീഫ് മേടിച്ചത്. അപ്പൊ ഇതിലൊന്ന് ഇത് മുഴുവനായിട്ട് നമുക്ക് എടുക്കില്ല. ഇതിൽ പകുതി എടുക്കാം. ഇതിപ്പോ മുഴുവനായിട്ട് ആവശ്യമില്ല കേട്ടോ. ഇതിന്റെ പകുതിയെ ഞാൻ എടുക്കുള്ളൂ. അതിപ്പോ ചിക്കൻ ആണെങ്കിലും ബീഫ് ആണെങ്കിലും കൊടുന്നു കഴിഞ്ഞാൽ കുറച്ച് പീസ് മാറ്റി വെക്കും. നമുക്ക് ഒന്നാമത് ആളില്ലാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നം കൂടെയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ പകുതി ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. എടുക്കുന്നുള്ളൂ കേട്ടോ. പകുതി ഞാൻ എടുത്തിട്ട് പിന്നെ ഫ്രീസറിൽ വെക്കണം. ഇത് ഇത്രയും ബീഫേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതൊരു 1/2 കിലോനൊക്കെ ഉണ്ടാവുള്ളൂ. ഇത്രേ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മൾ 1 സവോളയാണ് കേട്ടോ ഇടുന്നത്. 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് മല്ലിയില കേട്ടോ. അരിയൊന്നും ചെയ്തിട്ട്. കുറച്ച് കറിവേപ്പില, 1/2 സ്പൂൺ നമ്മുടെ ഗരം മസാല പൊടിച്ചതാണ് കേട്ടോ. അത് ഞാൻ തന്നെ പൊടിച്ചതാണ് ഇവിടെ. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഇതിലൊഴിച്ചത്. കാരണം ബീഫ് കുറച്ചല്ലേ ഉള്ളൂ. അപ്പൊ ചിലപ്പം അടി പിടിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. സാധാരണ ബീഫ് അത്യാവശ്യം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ബീഫിൽ നിന്ന് ധാരാളം വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രം ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് എന്തായാലും വിസിൽ
അപ്പോൾ നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മസാലയും കൂടെ തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കുക. അതിൽ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്ന സമയത്ത് നമുക്കതിലേക്ക് ചെറിയുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്താണ് കേട്ടോ നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഓൾറെഡി നമ്മൾ കുറച്ച് മസാല നമ്മൾ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന സമയത്ത് നമുക്കിതിൽ കുറച്ച് പെരിഞ്ചീരകം, പിന്നെ കുറച്ച് നമ്മുടെ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ബീഫ് മസാല, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു ചെറിയ തക്കാളിയും കൂടെ അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കുക. ഇതിപ്പോൾ ഞാൻ ഡ്രൈ ആക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഡ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് സമയം എടുത്തിട്ട് വേവിക്കുക. അപ്പോൾ ഈ ഒരു പരുവാവുന്ന സമയത്താണ് കേട്ടോ ഇറക്കി വെക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചൊരു റോസ്റ്റ് പരുവത്തിലെടുക്കാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് ചാറോട് കൂടിയിട്ട്, ചാറെന്ന് പറയാൻ പറ്റില്ല, ഒരു പെരളൻ രൂപത്തിൽ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ചും കൂടെ ഗരം മസാല പൊടിച്ചതും, പിന്നെ അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടില്ല. അപ്പോൾ നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലായിട്ടാണ് നമുക്ക് കുറച്ചധികം മല്ലിയില അരിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നാളത്തെ വീഡിയോയിൽ കാണാം. ടാറ്റാ.